ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ നല്ല പച്ചമാങ്ങ മോരുകറിയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റതും തനിമോളും ഡ്രൈമോളും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടും പോകാനൊന്നല്ല, ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുളി അങ്ങോട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെ രണ്ടുപേരോടും ഞാൻ കുളിക്കാനായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അവരുടെ കുളി കഴിഞ്ഞു. അവർ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിമോള് ലിപ്സ്റ്റിക്ക് വേണം എന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിതാ ഉച്ചക്കത്തെ നെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെണീക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഇതാ ഞാൻ ഞണ്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് തലേ ദിവസം രാത്രി മുജുക്ക കൊണ്ടുവന്ന് വെച്ച ഞണ്ടാണ്. അപ്പം ഞാനിത് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ ഇതാ ഞാനിത് വെള്ളത്തിലോട്ടിട്ടു. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് നേരാക്കി എടുക്കുകയാണ്. കുറേ ആയി ഞണ്ടൊക്കെ ഒന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞണ്ട് വെക്കാം എന്ന് കരുതി. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ അതിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നേരാക്കി എടുത്തു എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാവർക്കും ഞണ്ട് ഫേവറേറ്റാണ്. എനിക്കും പറയേണ്ട കാര്യമില്ല, എൻ്റെയും ഫേവറേറ്റ് തന്നെയാണ് ഈ ഞണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ഞണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ചുണ്ട് ചൊറിയുന്നതായി തോന്നാറുണ്ട്. എങ്കിലും ഞാൻ കഴിക്കാതിരിക്കാറില്ല കേട്ടോ. അത് കുറച്ച് നേരമില്ലേ, അത് പൊയ്ക്കോളും എന്ന് കരുതും. അങ്ങനെ ദാ ഞണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ദാ ചോറിനുള്ള അരി ഒന്ന് അടുപ്പത്തേക്ക് ഇടണം. അപ്പം ഇന്നെന്തായാലും ഞണ്ട് റോസ്റ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ റേഷനരി അല്ല വെക്കുന്നത്. ഇന്ന് ഞാൻ പൊന്നിയരി അടുപ്പത്തേക്ക് ഇടാം എന്നാണ് കരുതിയത്. അങ്ങനെ ദാ അരിയൊക്കെ ദാ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചുടുവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഞാനിതാ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പ് കത്തിക്കുന്നത് ഉമ്മയാണ്. ഉമ്മ നേരത്തെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അരി ഇടേണ്ട കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ദാ മോരുകറി ഉണ്ടാക്കാനായിട്ട് പച്ചമാങ്ങ ഒന്ന് കഴുകിയെടുക്കുകയാണ്. മാങ്ങ നേരാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നാലെ തനിമോളും റൈമോളും വന്നോളും. എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു കഷ്ണം മാങ്ങ വേണം. അപ്പം ഞാനിതാ ആദ്യത്തെ മാങ്ങ മുറിച്ചെടുത്തപ്പോൾ അത് ചെറുതായി ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല മധുരമായിട്ടില്ല, എങ്കിലും ആ പുളിപ്പൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. വെറുതെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുപ്പുണ്ടായിരുന്നില്ല, എങ്കിലും ചെറുതായൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദാ വേറൊരു മാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു അരമുറി തേങ്ങ കൂടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരയാൻ ആവശ്യമായി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഇറക്കി വെച്ചു. അതേ അടുപ്പിൽ തന്നെ ഇന്ന് കറിയും റെഡിയാക്കാം എന്ന് കരുതി. അങ്ങനെ ഇതാ മൺചട്ടിയിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് കടുകും പിന്നെ ഒരു 4-5 ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, നന്നായിട്ട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളകും പിന്നെ കുറച്ച് വറ്റൽമുളകും ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണം എന്നുള്ളവർക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് അരപ്പ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ പാകത്തിന് വെള്ളം കൂടി ഒന്ന് ചുഴറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടായി വരണം. തിളയ്ക്കാനായിട്ട് പാടില്ല. ഒരു ചൂടൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തൈരും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ 1/2 കപ്പ് തൈര് മതിയാകും. നല്ല പുളിയുള്ള തൈര് വേണ്ട, ചെറിയ പുളിയുള്ള തൈര് മതിയാകും. അങ്ങനെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, നന്നായി തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി, സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മോരുകറിയാണ്.
എനിക്ക് ഇവിടെയുള്ളവർക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മുജിക്കാക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതാ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞണ്ട് റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ സവാളയൊക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ട് 2 സവാളയെ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ റൈമോളും തനിമോളും വിശക്കുന്നു എന്നും പറഞ്ഞിട്ട് വരികയാണ്. ചോറും കറിയും മെല്ലെ ആവുന്ന ദിവസങ്ങളിൽ അവർക്ക് പെട്ടെന്ന് തന്നെ വിശക്കാറുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഞണ്ട് കറിക്കുള്ള മസാലയൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. എണ്ണയിലോട്ട് സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതും അടുപ്പിൽ വെക്കാം എന്നാണ് കരുതിയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കതിനുള്ള ചട്ടി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഗ്യാസിൽ വെക്കുന്നത്. പിന്നെ ഗ്യാസിനൊക്കെ ഇപ്പം നല്ല വിലയായതുകൊണ്ടും പോരാത്തതിന് ഗ്യാസ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടും നമുക്ക് അടുപ്പിൽ വെക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ എനിക്കിഷ്ടമുള്ളതും ഈ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഗ്യാസിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം അടുപ്പത്ത് കുക്ക് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തു. ഇതാ നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പാലക്കാട് നല്ല ചൂടാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ ചൂടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത് തന്നെ വേർത്തൊലിച്ചുകൊണ്ടാണ്. പിന്നെ ഇത് ഷീറ്റ് ആയതുകൊണ്ട് നല്ല ചൂടാണ്. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ഞണ്ടാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കടിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ഞണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓരോ കഷ്ണവും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. റൈമോള് വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ റൈമോൾക്കുള്ള ഫുഡ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉമ്മ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊന്ന് കുളിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എനിക്കും തനിമോൾക്കുള്ള ചോറ് ഇതാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ 2 പേരും കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കോഴിനെ മൂടി വെച്ചതാണ് കേട്ടോ. അത് ചെറുതായി ഒന്ന് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനൊന്ന് മാറ്റിയിട്ടതാണ്. അങ്ങനെ ഇതാ തനിമോൾക്കുള്ള ചോറൊക്കെ ഞാനിതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തനിമോൾക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് മുജിക്ക വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. കൈ കഴുകിയതിന് ശേഷം മുജിക്കാക്കുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി വെച്ച് ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവർ സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.